ശരി, അപ്പോൾ നമുക്ക് നേരെ പോകാം വിയ്യൂർ ജയിലിലേക്ക്. അവിടെ തടവുകാർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ രൂക്ഷ വിമർശനമാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉന്നയിക്കുന്നത്. ജയിലുകൾ തോന്നിവാസങ്ങളുടെ കേന്ദ്രമാകരുത് എന്നാണ് ബിനോയ് വിശ്വം പറയുന്നത്. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന ഇടത് നയത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ഉദ്യോഗസ്ഥരെ അത് പഠിപ്പിക്കുമെന്നും അദ്ദേഹം പറയുന്നു. മർദ്ദന ദിവസം അതീവ സുരക്ഷാ ജയിലിലെ CCTV ദൃശ്യങ്ങൾ എങ്ങനെ ഓഫായെന്ന് സർക്കാർ പരിശോധിക്കണമെന്നും CPI സംസ്ഥാന സെക്രട്ടറി മീഡിയ വണ്ണോട് പറഞ്ഞു. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. കഴിഞ്ഞ 13-നാണ് വിയ്യൂർ അതിസുരക്ഷാ ജയിലിൽ 2 രാഷ്ട്രീയ തടവുകാരെ ജയിൽ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചു എന്നുള്ള പരാതി വരുന്നത്. വിഷയത്തിൽ പ്രതികരിക്കുകയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിരാഹാരം നടത്തുന്ന തടവുകാരൻ മനോജ് അടക്കമുള്ളവരാവശ്യപ്പെട്ടത് തങ്ങളെ മർദ്ദിച്ച വിഷയത്തിൽ ഒരു നിയമ നടപടി സ്വീകരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണമെന്നാണ് CPIക്ക് ഈ വിഷയത്തിലുള്ള ടേക്കെന്ന്. ജയിലുകൾ കണ്ണും മൂക്കുമില്ലാത്ത ഭേദ്യ മുറകളുടെ തവളമായി മാറാൻ പാടില്ല. അത് കുറ്റവാളികളെ തിരുത്താൻ സഹായിക്കുന്ന കേന്ദ്രങ്ങളായിട്ട് മാറണം. തടവ് ശിക്ഷ അതിനു വേണ്ടിയാകണം. അല്ലാതെ കണ്ണും മൂക്കും ഇല്ലാത്ത മർദ്ദനങ്ങളുടെയും തോന്നിവാസങ്ങളുടെയും കേന്ദ്രമായിട്ട് അത് മാറാൻ പാടില്ല. ഇതൊന്നും അറിയാത്ത ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർക്കറിയില്ല ഇടതുപക്ഷം എന്താണ്, അതിൻ്റെ രാഷ്ട്രീയ സംസ്കാരം എന്താണ്, അതിൻ്റെ ഗവൺമെൻറ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ഉദ്യോഗസ്ഥന്മാരുടെ കടമ എന്താണ്, ഇതൊന്നും അറിയാതെ ജയിലെന്ന് പറഞ്ഞാൽ കൈത്തിരിപ്പ് തീർക്കാൻ വേണ്ടിയുള്ള ഉദ്യോഗസ്ഥൻ്റെ കളിത്താവളം പോലെ കാണുന്നവരും ഒത്തിരി പേരുണ്ട്, അല്ലാത്തവരുമുണ്ട്. നിലവിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള പരാതിയിൽ CPI എങ്ങനെയാണ് അതിൽ ഇടപെടാൻ പോകുന്നത്? ഇതാണ് CPI നിലപാട്. ഈ നിലപാട് ബന്ധപ്പെട്ട ഏത് വേദിയിലും CPI പറയും. ഇപ്പോൾ വിയ്യൂർ അതിസുരക്ഷാ ജയിലിനെ പറ്റി, അവിടുത്തെ മനുഷ്യാവകാശ ലംഘനങ്ങളൊക്കെ പറ്റി ഈ ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സ് പറഞ്ഞ സംഘടനകളൊക്കെ പരാതിപ്പെടുന്നുണ്ട്. രാഷ്ട്രീയ തടവുകാരോട് CPIക്ക് ഒരു അനുതാപൂർവമായ സമീപനമുണ്ട്. UAPക്കെതിരെയാണ്. അങ്ങനെ രാഷ്ട്രീയ തടവുകാരെ പാർപ്പിക്കാൻ വേണ്ടി കേരളത്തിൽ ഇങ്ങനൊരു സംവിധാനം തന്നെ എന്തിനാണെന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്, പ്രത്യേകിച്ച് വിയ്യൂർ അതിസുരക്ഷാ ജയിലിനുമായി സംബന്ധിച്ച്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചരിത്രമുണ്ട്. അതിൻ്റെ ആദ്യഘട്ടം മുഴുവനും തടവിൽ കഴിഞ്ഞ പീഡിപ്പിക്കപ്പെട്ട നിരന്തരമായി മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് വിധേയമായ ചരിത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്. അതെല്ലാം ഉള്ളതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 87 മുതൽ ജയിൽ നിയമങ്ങളെ പരിഷ്കരിക്കാൻ വേണ്ടിയും തടവുകാരുടെ മനുഷ്യാവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയും നിലകൊണ്ടത്. അതിപ്പോഴും ബാധകമാണ്. ഇത് UAPA കാലഘട്ടമാണ്. UAPA ഇടതുപക്ഷ നയമല്ല, ഒരിക്കലുമല്ല. UAPA മർദ്ദനവാസനയുള്ള മനുഷ്യാവകാശ ലംഘനം ശീലമാക്കിയ BJPയുടെയും RSSൻ്റെയും എല്ലാം നയമാണ്. അവരുടെ എല്ലാം പ്രിയപ്പെട്ട ദൈവമാണത്. കോൺഗ്രസ് ഒട്ടും മോശമല്ല. ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് ഒരുപാട് ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് CPI ശക്തമായ നിലപാടെടുത്തിരുന്നു. ഇപ്പോഴും ഇത്തരത്തിലുള്ള വിചാരണ തടവുകാരോട് അല്ലെങ്കിൽ മാവോയിസ്റ്റ് തടവുകാരോടൊക്കെ സർക്കാരിന് ഒരു ഇടതുപക്ഷ നയം ഇല്ല എന്നുള്ളൊരു വിമർശനം പൊതുവായിട്ടുണ്ട്. അതിനെങ്ങനെയാണ് CPI? രഹസ്യമല്ലല്ലോ. UAPയുടെ തുടക്കം മുതൽ CPI മാത്രമല്ല, CPIയും CPMും അടക്കമുള്ള ഇന്ത്യൻ ഇടതുപക്ഷം UAPക്കെതിരാണ്. ആശയപരമായിട്ട് CPI എതിരാണ് മാവോയിസത്തിന്. പക്ഷെ മാവോയിസ്റ്റ് ആശയത്തെയും രാഷ്ട്രീയത്തെയും ഒരാളോ ഒരു കൂട്ടം ആളുകളോ ഫോളോ ചെയ്യുന്നത് കൊണ്ട് അവരെല്ലാവരെയും ഭരണകൂടത്തിന് കണ്ണും മൂക്കില്ലാതെ വെടിവെച്ച് കൊല്ലാമെന്ന വാദത്തെ CPI അംഗീകരിക്കുന്നില്ല. ഇന്നലെ വസ്തുതാന്വേഷണ സംഘം വിയ്യൂർ ജയിലിൽ സൂപ്രണ്ടിനെ കണ്ടിരുന്നു. അന്നേ ദിവസത്തെ CCTV അടക്കം ലഭ്യമല്ലെന്നുള്ള ഇതാണ് പറയുന്നത്. ആ അർത്ഥത്തിൽ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഈ കേസിൽ. CCTV അങ്ങനെ ഓഫാകാൻ പാടില്ല. അറിഞ്ഞോ അറിയാതെയോ ഓഫാകാൻ പാടില്ല. CCTV ഓഫായിരുന്നു എന്ന് ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെ കൈകെട്ടി പറയാൻ പാടില്ല. അതിനകത്ത് ഉത്തരവാദി ആരാണ്? എന്തുകൊണ്ട് CCTV ഓഫാകുന്നു? എന്തുകൊണ്ട് അന്ന് തന്നെ മർദ്ദനമുണ്ടാകുന്നു? ഇത്തരം പല ചോദ്യങ്ങളും മനുഷ്യാവകാശത്തിൻ്റെ നോട്ടപ്പെട്ട് പൊന്തി വരും. ഇടതുപക്ഷത്തിൻ്റെ തടവുകാരോടുള്ള നിലപാട് സംസ്ഥാന സർക്കാരിനെ അറിയിക്കുമെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മീഡിയ വണ്ണിനോട് പറയുന്നത്. ക്യാമറ പേഴ്സൺ രാജീവ് രാജേന്ദ്രനൊപ്പം സുഫാൻ VP, മീഡിയ വൺ, തിരുവനന്തപുരം.